തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എന്നുയിരിന്റെ സുഖമോ അറിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എന്നുയിരിന്റെ സുഖമോ അറിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ പകലോ തിരിച്ച വിളക്കോ തിരകത്തിൽ മുഴുക്കോ തിങ്കളിൽ വെളുക്കോ മറന്നിട്ട മനത്തിൽ മയങ്ങുന്നതാണോ അവൾ പഞ്ചവർണ്ണപ്പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിന്റെ കിളി പോലെ അവൾ അഞ്ചിരളിൽ പടരും പഞ്ചമത്തിൻ വഴിയിൽ കൊണ്ടിരിക്കും പൂ പോലെ മഞ്ഞ് പോലെ മുല്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊണ്ടിരിക്കണോ കേട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യുവർ സോങ് സെലക്ഷൻ. പിന്നെ സോങ്സ് ദാറ്റ് റൊമാൻസ് വർക്ക് ഔട്ട് വെരി ക്യൂട്ട്ലി. ഇത്തിരി ജലസി ഒക്കെ അല്ലെ, അസൂയൊക്കെ. ഫോട്ടോ ആരുടെയാണ്? ഞാൻ ആദ്യം വിചാരിച്ചു. വെരി സ്വീറ്റ്. അപ്പൊ എന്തായാലും ലെറ്റ്സ് ആസ്ക് നമ്മുടെ ജഡ്ജസ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത്. എനിക്കിഷ്ടപ്പെട്ടു ഡാനി ഭാഗ്യവനായിട്ട്. മോള് നന്നായിട്ട് ചെയ്തു സംഗീതമായിട്ട്. എനിക്ക് ആകെ തോന്നിയത് കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരുന്നു ഒഴികെ നല്ല എക്സ്പ്രഷൻ, ഒരുപാട് സ്ഥലത്ത് നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഡാനി ശരിക്കും നല്ലോണം ഫീൽ ചെയ്ത് തന്നെ പാടിയതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിച്ചിങ് മാത്രമേ ഉള്ളൂ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡാനി എന്തോ നന്നായിരുന്നു ഡാനി. തുടക്കത്തിലെ മഞ്ഞ് പോലെ എന്നുള്ളത് അത് കുറച്ച് ശരിയാക്കായിരുന്നു. അത് പറയുന്ന ചുമ്മാ എടുത്താൽ മതി കേട്ടോ. പിന്നെ കുടമോ പഞ്ചവർണ്ണയൊക്കെ മോന് കുറച്ച് ഷാർപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ലൈനിൽ. കിളി പോലെ അത് ഒരു സ്ലിപ്പ് കിളി ആയതുകൊണ്ടായിരിക്കും അല്ലേ? ശരി, ഇത്രേ ഉള്ളു പറയാൻ. ഓൾ ദി ബെസ്റ്റ്. ഡാനി എന്തോ അസലായിരുന്നു കേട്ടോ. ഡാനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതിലെനിക്ക് സന്തോഷം. അല്ല, ശബ്ദം വളരെ നന്നായിരുന്നു. ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ മാക്സിമം പാടിയതുപോലെ തന്നെ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് വികാരം കൂടിപ്പോയി. കാരണം ചെറിയ മാനാണ്, കുഞ്ഞുമാന, പുള്ളിമാനാണ്. അണ്ണാച്ചിപ്പ ചെയ്ത പടം പോലെ പുള്ളിമാൻ. അപ്പൊ അത്രയൊക്കെ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെന്തോണ് അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്തോ നോക്കിയിട്ട് അല്ലേ വേണ്ട അതെന്തോ വരുന്നത്? ഒരു സന്ദേഹം, പറയണോ വേണ്ടേ? ഒരു സന്ദേഹം പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പോകുന്നത്? അത് പിന്നെ അവസാനം സമയം നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പൊ എനിക്കൊന്നും ഒരുപക്ഷെ പ്രേക്ഷകർക്കൊന്നും മനസ്സിലായി. സത്യം കഴിഞ്ഞാൽ അത്ര ഒരു കെട്ടറബിളായിട്ട് എനിക്കും തന്നെ തോന്നിയിട്ടില്ല. ഇത് സമയത്തിന്റെയും അതുപോലെ തന്നെ കാലത്തിന്റെയും ഒക്കെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ വിജയിച്ചൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കറിയായിരുന്നു ഒട്ടും വിജയിച്ചില്ല. ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. എന്തായാലും പാട്ട് ഡാനി പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ ശ്രീമരടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറും വന്നു. പാട്ട് നന്നായിരുന്നു. പിന്നെ ആദ്യത്തെ നോട്ടൊക്കെ ശരിക്കും കള്ളനോട്ടം തന്നെയായിരുന്നു. ഭയങ്കര ഒരു കള്ളന്റെ നോട്ടമായിരുന്നു. കള്ളനാണോ? കുറച്ച് ലാസ്റ്റ് ഒന്നും കൺവേ ആയില്ല എന്ന് തോന്നുന്നു എനിക്ക്. ടൈം നോക്കി പൊക്കോ എന്ന് പറയാം. അതെന്തിനാ ടൈം നോക്കിയിട്ട് പൊക്കോളാൻ പറയണേ?
ഞാനൊരു സിഗ്നൽ കൊടുക്കാൻ ശ്രമിച്ചാണ്. അല്ല സംഗീത ശരിക്കും ടൈം നോക്കി എനിക്ക് പോണെന്ന് പറയേണ്ടതാ, അപ്പൊ ഹിഞ്ചു കൊടുത്തതാ. പോയില്ല, ഞാൻ നോക്കിട്ടോ. ഓക്കെ ഡാനി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ ഡാനി, നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. കാവേരി ഔട്ട് ഓഫ് 10. I'll give you 8. 8 on 10. Sweta? 26. 26. Sarasa? Danny, 26 marks. 26. Stacey? 26. താങ്ക് യു. 26. Total marks 78 plus 8, 86. 76 മാർക്കാണ് തേർഡ് ആൻഡ് ലാസ്റ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡാനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഡാനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ഡാനി DANNY. താങ്ക് യു. പാട്ടിൻ സ്വരങ്ങൾ മനസ്സിലൊരു തേൻ പണ്ടായി പറഞ്ഞു. മായാവി എന്ന മറയാ ഐഡിയ സ്റ്റാർസ്